പ്രസംഗിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, അവിടെ നിന്ന് 100 ഒട്ടകങ്ങൾ, ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തു വിടുമായിരുന്നു. അതാ ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ, ഉമർ നിങ്ങളുടെ പിതാവ് വല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ. റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ആട് മേയ്ക്കാൻ അവിടെ നിന്ന് ഒട്ടകത്തെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി 100 എണ്ണം വീതം കൊടുത്തു വിടും. എന്റെ പ്രിയപ്പെട്ടവരെ, വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പഠിച്ചവനെ 1ഉം 2ഉം എല്ലാ ദിവസവും കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു. മറന്നു പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു. പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം, വല്ലാത്ത യാതന. അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയി. കാരുണ്യം പോയി, ഹൃദയം കരിങ്കല്ല് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ വല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ഉമർ എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ പേര് കേൾക്കുന്നത് തന്നെ വല്ലാത്ത പേടിയാ. പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു, ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉമ്മമാര് പറയും, ഉമർ വരുന്നടാ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നടാ. കുഞ്ഞുങ്ങളെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാത്ത മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചുറക്കിയത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ? ആന വരുന്നടാ, ശൈത്താൻ വരുന്നടാ, പ്രേതം വരുന്നടാ. ഉമർ ഇബ്നുൽ ഖത്താബ് ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും, വരുന്നു, ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ മതി, അല്ലാഹുവേ ഭക്ഷണം കഴിക്കാം. അങ്ങനെ മാതാപിതാക്കൾ പോലും ഭയപ്പെടുത്തിയിരുന്ന ഉമർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്തു നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എങ്ങനെ? ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് നീ പറ, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കൂല. കാരണം അതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. ഖുറൈശികൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ. അവിടെ നിന്ന് പറയുന്ന, ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ് നീയാണ്, ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നീയാണ്, നിന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല. ഉമറേ, നിനക്ക് ഞങ്ങൾ 100 ഒട്ടകങ്ങൾ തരാ, നിനക്ക് 100 ഒട്ടകങ്ങൾ തരാ, നീ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ തരാ. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന, നമ്മുടെ ദൈവങ്ങളല്ല അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ തലയെടുക്കാൻ നീയാണ് അർഹന്. ആ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവന്നാൽ നിനക്ക് 100 ഒട്ടകങ്ങളെ തരാമെന്നവിടന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഊരി പിടിച്ച വാളുമെടുത്തുകൊണ്ട് തന്റെ തന്റെ കുതിരയുടെ മുകളില് പായുകയാണ്. റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു
ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ കാണുന്നത്. അവിടുന്ന് ചോദിക്കുകയാ, അയിന തുരീദു യാ ഉമർ, ഉമറേ നീ എവിടെ പോവുകയാണ്? ഉരിപിടിച്ച വാളുമായി ഉമർ പായുന്നത് കാണുമ്പോ അവിടുന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, ഉമറേ നീ എവിടെ പോവുകയാണ്? അവിടുന്ന് പറയുകയാ, നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന പുതിയ മതവുമായിട്ട് ഖുറൈശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ്, അവന്റെ തല കൊയ്യാൻ പോകുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഫഖ്തുലുഹു, ഞാൻ അവന്റെ തല വെട്ടാൻ പോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുത്തുനബിയുടെ തലയെടുക്കാൻ പോകുകയാണോ? ആരുടെ തലയെടുക്കാനാ നീ പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടാനാണോ നീ പോകുന്നത്? നിനക്കതിന് കഴിയുമോ ഉമർ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് നിനക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുത്തുനബിയുടെ പേര് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, സഅദേ നീയും അവരുടെ കൂടെ കൂടിയോ? സഅദേ നീയും അവന്മാരുടെ കൂടെ കൂടിയോ? നീയും അവന്മാരുടെ കൂടെ കൂടിയോ? പുതിയ മതത്തിലേക്ക് നീയും കൂട്ടുകൂടിയോ സഅദ്? എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടുമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മുകളിൽ നിന്ന് അതാ വാളുമെടുത്തുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുസ്ലിമായ ആരെയും നീ കൊല്ലുവോ? ആരൊക്കെ മുസ്ലിമായാൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തുകൊണ്ട് സഅദ് തങ്ങളുടെ നേരെ ചാടുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, എങ്കിൽ ആദ്യം വെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയല്ല, ഈ സഅദിന്റെ തലയല്ല. നീ ആദ്യം വെട്ടേണ്ടത് ആരുടെ എന്നറിയുമോ?